ഞാൻ പറഞ്ഞ ആളുകൾ ഒരാളാണ് അവൻ. പക്ഷെ നീ ചോദിച്ച സമയത്ത് അവൻ കേട്ടിട്ടില്ല. അപ്പൊ കേൾക്കാതെ ഒരാളെ വീണ്ടും റിപ്പീറ്റ് ചെയ്തെന്തിനാ പറഞ്ഞോണ്ടിരിക്കണേ? ഇവനാണ് പറയണത്, ഞാൻ പറഞ്ഞു. കൺവിൻസിംഗ് ആയിട്ടില്ല. ഇത്രയും വലിയ എക്സാമ്പിൾ പറഞ്ഞിട്ട് നീ ഇപ്പൊ 12ാം സ്ഥാനത്ത് സാഗർ കൈ പോക്കി, 5ാം സ്ഥാനത്തിൽ കൈ പോക്കി. കണ്ടു നോക്കി. എടാ ഇതൊക്കെ എങ്ങനെയാണ് അവ ഇതിനെ കൂടുതൽ നീ ഇതിനും വലിയ ചെയ്യുന്ന മഹാഭാരതം വേറെ ഇല്ല. അതന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളൂ. ഞാൻ ഇതിന് വലിയ പ്യൂർ എക്സാമ്പിൾ ഗെയിം അല്ല. ഞാൻ ഇങ്ങനത്തെ അല്ല ഈ ചോദ്യം എനിക്ക് ഫീൽ ആവും. ഞാൻ കുറച്ചും കൂടി എന്നോട് ചോദിക്കാതിരിക്കും. ഈ കാര്യം അവിടെ വെച്ച് ക്ലിയർ ആയതല്ലേ? അവനായിട്ടുള്ള ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞോട്ടെ. ഇവൻ അവിടെ ഇരുന്നപ്പോ സംസാരിച്ചു, നീ അകത്ത് നിന്ന് അവിടെ ഈ കാര്യം പറഞ്ഞപ്പോ കേട്ടിട്ടില്ല എന്നുള്ള കാര്യം ഇവൻ നിനക്ക് ക്ലിയർ ആയല്ലോ. ക്ലിയർ ആയിട്ടില്ല ചേച്ചി. ഞാൻ പറയുന്നത് കേക്ക്. ഇതാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നീ ചെയ്തോണ്ടിരിക്കുന്ന അതാണ്. ഇതാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം. ആദ്യം കണ്ണാടി നോക്കിയിട്ട് നീ അത് മനസ്സിലാക്ക്. നീ പറഞ്ഞു ഒരു വിരൽ ഇങ്ങോട്ട് ചൂണ്ടുമ്പോ 10 വിരൽ തിരിച്ചു ചൂണ്ടുന്ന ആദ്യം നീ മനസ്സിലാക്ക്. ശോഭ ചേച്ചി സംസാരിക്കുന്നതാണെന്നല്ലേ? ഇവൻ അവിടെ ഇരുന്ന് ചോദിച്ച സമയത്ത് ഇരുന്ന് കേട്ടിട്ടുണ്ടാവില്ല. അത് ഇവനത് ക്ലിയർ ആയതല്ലോ. സോറി പറയാനും റെഡി ആയെങ്കിൽ പിന്നെ ഇനി അതിനകത്ത് എന്താ ഇരിക്കുന്നത്? ശോഭ അവന് കൺവിൻസ്ഡ് ആയിട്ടില്ല. അവൻ പറഞ്ഞു എന്നിട്ടാണ് അവൻ ചോദിക്കുന്നത്. അപ്പൊ അവൻ സംസാരിക്കണേ നോക്കിക്കോളൂ. സംസാരിക്കൂ. ടോപ്പിക് അല്ല, ഞാൻ കൺവിൻസ്ഡ് ആക്കട്ടെ. നീ കൺവിൻസ്ഡ് ആയിട്ടില്ല. അവൻ എന്താണ് കൺവിൻസ്ഡ് ആയില്ല അത് പറയട്ടെ. അവന് കൺവിൻസ്ഡ് ആയി. നീ പറഞ്ഞ ഫുൾ അവൻ കേട്ടു. ഞാൻ അത് അതാണ് പറഞ്ഞ അവൻ പറയട്ടെ. നീ തീർത്തിട്ട് പറഞ്ഞോ? ഓക്കെ പറഞ്ഞു സാഗർ. അപ്പൊ തുടങ്ങിയ ലൂപ്പ് ഞാൻ ഇതൊന്നും എടുത്തിടണേ. അപ്പൊ എന്നെ തെറ്റിദ്ധരിക്കരുത്. 3 മണിക്കൂറായിട്ട് മൂന്നല്ല 3 ആഴ്ചയായി. ഇപ്പൊ 3 ആഴ്ചയായോ? ഞാനാണ് ലൂപ്പ്. ഞാൻ ഒന്നും പറയുന്നില്ല. പൊട്ടു തുടങ്ങിലും ഒറ്റ ഒരു പേഴ്സണൽ ടോക്ക് പ്ലീസ്. ഓക്കെ, പേഴ്സണൽ ടോക്ക് എല്ലാ ഒക്കെ പേഴ്സണൽ ടോക്കാ. കൺവിൻസ്ഡ് ആവാത്ത പറ. ഇവിടെ വന്നിരിക്കും. ഞാൻ സമാധാനത്തിൽ പറഞ്ഞു. സമാധാനത്തിലേക്ക് സംസാരിക്കാൻ അറിയോ? എന്നാ ഞാൻ അവിടെ വന്നിരിക്കാം. ഞാൻ പറയുന്നത് 2 മണിക്കൂറും അങ്ങോട്ട് പോയി സമാധാനത്തിൽ നോക്കിയേ. ഞാൻ പറയുന്നത് സമാധാനമായിട്ട് കേൾക്കണേ. ഇടയിൽ സംസാരിക്കല്ലേ. പല ഇവിടത്തെ എന്ത് കാര്യങ്ങളുണ്ടായാലും സാഗർ എന്തായാലും അങ്ങനെ ചെയ്തു. സാഗർ പേഴ്സണലി പണ്ടത്തെ പോലെയല്ല, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇന്നലത്തെ ഗെയിം കഴിഞ്ഞപ്പോൾ പോലും സാഗർ 12ാം സ്ഥാനം തന്നത്. പക്ഷെ നിനക്ക് 3ാം സ്ഥാനം തന്നപ്പോ കൈപൊക്കി. ഇപ്പത്തെ ഈ ടാസ്ക് ചിരിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും സാഗറിന് എന്ത് വേണമെങ്കിലും പറയാം. ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദം എന്നൊക്കെ പറഞ്ഞു. സാഗറിനെ പറഞ്ഞ ആത്മാർത്ഥ സൗഹൃദമല്ല, മുഖത്തോക്കി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇതില് പറഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പലയിടത്തും പറയുന്നുണ്ട്. പറയുന്നുണ്ടതല്ല, ഡിസ്കഷൻ പറയുന്നുണ്ടതല്ല, ഡിസ്കഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം. ചെയ്യുന്നുണ്ട്. ആ ഓക്കെ, ഗുഡ്. അപ്പൊ നിങ്ങൾ പുറത്തവിടെ ഇരിക്കുമ്പോ ശോഭ ചേച്ചിയും ആരും ഇരിക്കുന്ന നാദരയാണോ അവിടെ ഇരിക്കുന്നത്? അപ്പൊ നീ അവിടെ ബാറ്ററി കൊടുക്കാൻ വന്നാണ്. നീ മനഃപൂർവ്വം ആ ചർച്ചയിലേക്ക് വന്നല്ല കേട്ടാ. അതും ഇപ്പൊ ഞാൻ പറയാം എന്തേക്കോട്ടെ. ഞാൻ സാഗർ അങ്ങനെ ചെയ്യുന്നുണ്ട്. സാഗർ പണ്ടത്തെ പോലെ സാഗർ ഇങ്ങനെയാണ്. സാഗർ ഗെയിമിന് വേണ്ടി 12ാം സ്ഥാനം എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞേക്ക്. അപ്പൊ ഞാൻ ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കുക. നിനക്ക് അന്ന് അഖിൽമാരെ 2 പ്രശ്നം ഉണ്ടായപ്പോ പറയരുത്, ഇടയിൽ കയറി പറയരുത്. നീ നോർമലി സംസാരിച്ചാൽ മതിയല്ലോ. നീ വളരെ ഇത് ഭയങ്കര കളിയാക്കുന്ന പോലെ സംസാരിക്കുന്നത്. നോർമലി എന്നോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചാൽ മതി. ഇറിറ്റേറ്റിംഗ് ആണ്. അപ്പൊ നോർമലി അഖിൽമാരാന്റെ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ ഇവ അവിടെ നിന്ന് സാഗർ ഞാൻ കട്ടയ്ക്ക് കടന്നിട്ട് റോബിനും കട്ടയ്ക്ക് കൂടെ നിൽക്കാം. പക്ഷെ നീ എന്റെ വാക്കിൽ മാറ്റരുത്. ഇവൻ അവിടെ ഒരു സ്പേസിൽ പോയിട്ട് പറയുമ്പോൾ ഞാൻ അവന്റെ നെഞ്ചത്ത് തോളത്തിട്ട് പറഞ്ഞ ഇവ അങ്ങനെയാണ്, ഞാൻ കണ്ടാണ്, സാക്ഷിയുണ്ട്. ഇവൻ കൺഫെഷൻ റൂമിൽ പോയിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു